ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ചിരിയാണത്രേ. എല്ലാ വേദനകളും മറന്നുകൊണ്ടുള്ളതല്ല, എല്ലാം മറച്ചുകൊണ്ടുള്ള ചിരി. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് ചെറിയ കാര്യം മതി മനസ്സ് നോവാൻ. ആരെയും തിരുത്താതിരിക്കുക. നമ്മളെ വായിക്കാതെ പോയവരെ എന്തിനു തിരുത്തണം? പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ കൂടെയുള്ളതിനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക. ആ മറന്നു പോയതായിരിക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയത്. ചിലരെ വീഴ്ത്തിയ കാറ്റിൽ തന്നെയാണ് മറ്റു ചിലർ നൃത്തമാടുന്നതും. മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും. 1000 പേജുള്ള പുസ്തകം വായിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ കൈപ്പിടിയോളം പോന്നൊരു ഹൃദയം വായിച്ചെടുക്കാനാണ് പ്രയാസം. നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. ഒരു വ്യക്തിയുടെ ഭാവിയെ അവരുടെ ഇന്നത്തെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി ഒരിക്കലും വിലയിരുത്തരുത്. കാരണം ഏതു കറുത്ത കൽക്കരിയും വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന സൗഹൃദമാണ് പിന്നീട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത്. മറന്നുപോയവരെയും മാറിപ്പോയവരെയും അടുത്തുപോയവരെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. നമ്മെ മനസ്സിലാക്കിയവരെ ചേർത്ത് പിടിക്കുക. മാറ്റി നിർത്തി വേദനിപ്പിക്കുന്നവരെ മാറിക്കൊടുത്ത് സന്തോഷിപ്പിക്കണം. നമ്മുടേതായ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള സമയം കൂടിയാണ്. വന്നു ഭവിച്ചതിനോളം വലുതൊന്നും ജീവിതത്തിൽ ഇനി വരില്ല എന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയെല്ലാം വിശ്വസിക്കാൻ നിൽക്കരുത്. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിരികളും അതിലുണ്ടാവും. മൗനം പലപ്പോഴും നല്ലൊരു ഉപദേശമാണ്. നമുക്ക് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു ഉപദേശം. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്നേഹമുള്ളവർക്കിടയിൽ തിരക്ക് എന്നൊന്നില്ല. അവരുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ എന്ന ഒന്നില്ല. അതാണ് സത്യം. ഇന്നലെ ഒരു പുഞ്ചിരി, ഇന്ന് ഒരു മൗനം, നാളെ ഒരു ഓർമ്മ, പിന്നെ ഒരു മറവി. അത്രയേ ഉള്ളൂ എല്ലാം. ഓടുന്ന കാലത്തോളം നിലയും വിലയും കാണും. ഓട്ടം നിർത്തിയാൽ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല എന്ന് സെക്കൻഡ് സുജി. ചിലരുണ്ട് നമ്മളെ വിട്ടു പോവാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് അവരുടെ പല പ്രവൃത്തിയിലൂടെയും തെളിയിക്കും. എന്നിട്ട് നമ്മളാണ് അവരെ ഒഴിവാക്കുന്നതും തള്ളിക്കളയുന്നതും എന്ന രീതിയിൽ സംസാരിക്കും. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു. നിനക്ക് ഞാനില്ലേ എന്ന ഒരു വാക്കു കേൾക്കാൻ കൊതിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ആ വാക്കിൻ്റെ ശക്തി ഒരു മനുഷ്യനെ അവൻ കടന്നു പോകുന്ന ശൂന്യതകളിൽ നിന്നും മോചിപ്പിക്കും. എനിക്ക് ഞാനേയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ജീവിക്കാൻ തുടങ്ങിയാൽ കിട്ടുന്ന പോസിറ്റിവിറ്റിയും ധൈര്യവും ഉണ്ടല്ലോ, അതിനോളം വരില്ല മറ്റൊന്നും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.